നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. നേപ്പാൾ ദുരന്തത്തിന് പിന്നാലെ കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന വലിയൊരു മുന്നറിയിപ്പ്. ഇത് കേരളത്തിന് വലിയൊരു മുന്നറിയിപ്പാണ്. കേരളത്തിന് ഒരു ദുരന്തത്തിലേക്ക് നോക്കി കരയാൻ മാത്രമാണ് വിധി. നേപ്പാൾ കേരളത്തിനൊരു പാഠമാണ്. രണ്ടും വ്യത്യസ്ത തലങ്ങളിലാണ് ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും കേരളത്തിൻ്റെ സ്ഥിതി അതിനേക്കാൾ അപകടകരം. നേപ്പാൾ ദുരന്തത്തിൻ്റെ വീഡിയോകൾ കാണുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നു. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ അത് ഇടുക്കി ഡാമിനെയും ബാധിക്കുമെന്നും തുടർന്ന് വലിയ മലവെള്ളപ്പാച്ചിൽ എറണാകുളം അടക്കമുള്ള നഗരങ്ങളെ തൂത്തെറിയുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ആളുകൾക്ക് ഓടിമാറാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ആ മലവെള്ളപ്പാച്ചിൽ കുതിച്ചെത്തും. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ആ വലിയ ജലപ്രവാഹം. കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള വൻ അംബരചുംബികളെ തൂത്തെറിയും. വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി ഡാം ഡീകമ്മീഷൻ തുടരുകയാണ്. എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം അപകടാവസ്ഥയിലാണ് എന്ന് നമ്മൾ പറയുന്നത്? 3 വർഷങ്ങൾക്ക് മുൻപ് 2023 ഒക്ടോബർ 4 ഉത്തര സിക്കിമിൽ തീസ്ത നദിയിൽ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കം. ചുങ്താങ് അണക്കെട്ട് തകർന്ന് പാലങ്ങളും റോഡുകളുമൊക്കെ ഒലിച്ചുപോയി. പട്ടാളക്കാരടക്കം നിരവധി ആളുകളെ കാണാതായി. അന്നത്തെ പ്രളയം ഇന്ത്യയെ വിറപ്പിച്ചു കളഞ്ഞു. തീസ്തയിൽ വെള്ളം കൂടിയതിന് കാരണമായി ആദ്യം പറഞ്ഞത് മേഘവിസ്ഫോടനമെന്ന്. എന്നാൽ സംഭവം അങ്ങനെയല്ല നടന്നത്. തീസ്ത ചെളിപ്രളയമായി ഒഴുകി. തുങ് പാലം പൂർണ്ണമായി ഒലിച്ചുപോയി. അണക്കെട്ട് തകർന്നുവെന്നും പാലങ്ങൾ കുറേയധികം ഒലിച്ചുപോയി എന്നും മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഗ്ലേഷ്യർ ലേക്ക് ഔട്ട് ബേസ്റ്റ് ഫ്ലഡ് ആണ് അന്നത്തെ ദുരന്തത്തിന് കാരണം. മഹാപ്രളയത്തിന് പലപ്പോഴും ഹിമാലയൻ താഴ്വരയിൽ കാരണമാകുന്നത് ഇത്തരമൊരു പ്രതിഭാസം. ശരിക്കും ജലബോംബുകളുമായി ജീവിക്കുകയാണ് ഇന്ത്യ. ഗ്ലേഷ്യറുകളിലെ മഞ്ഞുരുകി വർഷങ്ങളിലൂടെ ഉണ്ടാകുന്നതാണ് പല തടാകങ്ങളും. അവലാഞ്ചുകളിൽ താഴേക്ക് വരുന്ന പാറകളും മണ്ണും മഞ്ഞും കുഴഞ്ഞ പല അവശിഷ്ടങ്ങളും തടഞ്ഞു നിന്നാണ് ചില താഴ്വാരങ്ങൾ വർഷങ്ങളിലൂടെ പതുക്കെ ഇത്തരം ഗ്ലേഷ്യർ തടാകങ്ങളാകുന്നത്. 5245 മീറ്റർ ഉയരത്തിൽ അത്തരത്തിലുള്ള ഒന്നാണ് ലോനാക് തടാകം. ഓഗസ്റ്റ് 26 രാവിലെ നേപ്പാളിലെ റാസുവ ജില്ലയിൽ ചൈനയുടെ ടിബറ്റ് അതിർത്തിക്ക് സമീപമുള്ള ബോട്ടേകോശി നദീതടത്തിൽ അപ്രതീക്ഷിതമായി അതിശക്തമായ വെള്ളപ്പാച്ചിൽ. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയാണ് എന്നത് ഇപ്പോഴും പറയാനാകുന്നില്ല. ഈ പ്രളയജലം താഴേക്ക് തൃശ്ശൂലി നദീതടത്തിലേക്ക് വ്യാപിക്കുന്നു. റാസുവയ്ക്ക് പുറമെ നുവാക്കോട്ട് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. സമാനമായൊരു സാഹചര്യം കേരളം ഇപ്പോൾ നേരിടുന്നു. മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പ്രായം, നിർമ്മാണ രീതി, ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്തിൻ്റെ സ്ഥിതി എന്നിവയാണ് ഈ അണക്കെട്ടിനെ സുരക്ഷാഭീതിയിലാഴ്ത്തുന്നത്. 1895 ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഈ അണക്കെട്ട് നിലവിൽ 130-ലധികം വർഷങ്ങളുടെ പഴക്കം പേറുന്നു. 1886 ഒരു ഉടമ്പടി. അന്ന് ബ്രിട്ടീഷ് അധികാരികൾ തിരുവിതാംകൂർ രാജകുടുംബത്തിന് നേർക്ക് ഒരു സമ്മർദ്ദം ഉപയോഗിക്കുന്നു. പെരിയാർ കേരളത്തിലെ നദിയായതുകൊണ്ട് പദ്ധതി അനുസരിച്ച് അന്നത്തെ കേരളമായിരുന്ന തിരുവിതാംകൂറിന് സമ്മതം ആവശ്യമായിരുന്നു. വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു അന്നത്തെ ഭരണാധികാരി. ബ്രിട്ടീഷ് അധികൃതരുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നില്ല. എന്നാൽ ബ്രിട്ടീഷ് അധികാരികൾ നയപരമായ ബലപ്രയോഗം ചെലുത്തി. ഒടുവിൽ 1886 ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ നിർബന്ധിതനായി തിരുവിതാംകൂർ രാജാവ്. എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഒപ്പുവെക്കുന്നത്. അന്ന് വിശാഖം തിരുനാൾ മാർത്താണ്ഡവർമ്മ വ്യസനത്തോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു. 1789 പെരിയാറിലെ വെള്ളം വൈഗ നദിയിൽ എത്തിക്കാനുള്ള ആദ്യ കൂടിയാലോചനകൾ. തമിഴ്നാട് രാമനാട് മുത്തുരാമലിംഗ സേതുപതി രാജാവിൻ്റെ പ്രധാനിയായിരുന്ന മുതിരുള്ളപ്പിള്ളയാണ് അതിന് മുൻകൈയെടുത്തത്. അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി സഖ്യത്തിലായിരുന്നു. എങ്കിലും സേതുപതി രാജാവ് ബ്രിട്ടീഷുകാരുടെ യുദ്ധം പ്രഖ്യാപിച്ചത് മൂലം പദ്ധതി ആദ്യം നടപ്പായില്ല. യുദ്ധം തോറ്റ സേതുപതി താമസിയാതെ സ്ഥാനഭ്രഷ്ടനായി. പ്രദേശം മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലും. തേനി, മധുര, ദിണ്ടിഗൽ, രാമനാഥപുരം എന്നിവിടങ്ങളിലെ ജലക്ഷാമം ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദന. ഇതേസമയം തിരുവിതാംകൂറിലെ പെരിയാറ്റിൽ പ്രളയം സൃഷ്ടിക്കുന്ന കാലാവസ്ഥ. ബ്രിട്ടീഷുകാർ പെരിയാർ നദിയിലെ വെള്ളം പശ്ചിമഘട്ടത്തിലെ മല തുരന്ന് മധുരയിലൂടെ ഒഴുകുന്ന വൈഗ നദിയിലെത്തിക്കാൻ പദ്ധതിയിട്ടു. പഠനം നടത്താൻ ജെയിംസ് കാഡ്വെല്ലിനെ നിയോഗിക്കുന്നു. അദ്ദേഹം പദ്ധതിക്കെതിരായിരുന്നു. എങ്കിലും വെള്ളം തിരിച്ചുവിടാനുള്ള ശ്രമത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിന്മാറിയില്ല. ക്യാപ്റ്റൻ ഫേബറിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു പഠനം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം തിരിച്ചുവിടാനുള്ള ചെറിയ അണക്കെട്ടിൻ്റെ പണികൾ 1850 തുടങ്ങി. ചിന്നമുളിയാർ
എന്ന കൈവഴിയിലൂടെ വെള്ളം ഗതി മാറ്റി വിടുകയായിരുന്നു പദ്ധതി. വീണ്ടും ചില പഠനങ്ങൾ നടന്നു. പല പഠനങ്ങൾക്കൊടുവിലും പദ്ധതി ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യം. 1882 നിർമ്മാണ വിദഗ്ധനായ ക്യാപ്റ്റൻ പെനിക്യൂക്ക്, ആർ സ്മിത്ത് എന്നിവർ ഒരു പുതിയ പദ്ധതി സമർപ്പിക്കുന്നു. ഇതനുസരിച്ച് 155 അടി ഉയരമുള്ള അണക്കെട്ടിന് പെനിക്യൂക്ക് പദ്ധതി തയ്യാറാക്കി. താഴെ 115.75 അടിയും മുകളിൽ 12 അടിയുമാണ് വീതി. ചുണ്ണാമ്പ്, സുർക്കി, കരിങ്കൽ എന്നിവ ഉപയോഗിച്ച് അണക്കെട്ട് നിർമ്മാണം. അന്നത്തെ കാലത്ത് 53 ലക്ഷം രൂപയായിരുന്നു നിർമ്മാണ ചെലവ്. ഈ തുകയുടെ 7% വീതം എല്ലാ വർഷവും പദ്ധതിയിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്നായിരുന്നു അന്നത്തെ പഠനം. ബ്രിട്ടീഷ് ആർമിയിലെ നിർമ്മാണ വിദഗ്ധരും തൊഴിലാളികളും ചേർന്ന് മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഇതോടെ പെരിയാർ തടാകം രൂപപ്പെട്ടു. കരിങ്കല്ല് 6 ഇഞ്ച് കനത്തിൽ പൊട്ടിച്ചെടുത്ത് അടുക്കി വെച്ച് സുർക്കിയും മോർട്ടാറും ഉപയോഗിച്ച് അണക്കെട്ട് കെട്ടിപ്പൊക്കി. അണക്കെട്ടിന്റെ പദ്ധതി പ്രദേശത്ത് റോഡ്, ജലമാർഗം, റെയിൽവേ തുടങ്ങിയ മാർഗങ്ങളിലൂടെ നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചു. 1892 മുതൽ നിരവധി ജീവനുകളാണ് അണക്കെട്ടിന്റെ നിർമ്മാണ വേളയിൽ നഷ്ടപ്പെട്ടത്. ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ രാജാവുമായി ഒപ്പുവെച്ച പാട്ടക്കരാറിലൂടെ 1886 ഒക്ടോബർ 29 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ച് പെരിയാർ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി തുടങ്ങി. ഈ കരാർ ഭാവിയിൽ നാടിന് ദോഷകരമാകുമെന്ന് വിശാഖം തിരുനാൾ മുൻകൂട്ടി കണ്ടിരുന്നു. പക്ഷേ സമ്മർദ്ദം മൂലം കരാറിൽ ഒപ്പുവെക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. 999 വർഷത്തേക്ക് ഒപ്പിട്ട കരാറനുസരിച്ച് തിരുവിതാംകൂറിന്റെ അധീനതയിലുള്ള 8000 ഏക്കർ സ്ഥലത്ത് പെരിയാറിനെ അണകെട്ടി നിർത്താനും അണയ്ക്ക് 100 ഏക്കർ സ്ഥലം കൂടി നൽകാനുമായിരുന്നു വ്യവസ്ഥ. പിന്നീട് തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP ഈ പാട്ടക്കരാർ റദ്ദാക്കാൻ അന്നത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട്ബാറ്റനെ കണ്ട് ആശങ്ക പ്രകടിപ്പിച്ചു. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടത് ചെയ്യാം എന്ന വൈസ്രോയിയുടെ ഒരു വാക്ക് മാത്രം. ലോകത്തിന്ന് നിലവിലുള്ള ഏറ്റവും ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത്. നിർമ്മാണ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ട് എന്ന പ്രത്യേകതയും മുല്ലപ്പെരിയാറിന്. അണക്കെട്ട് നിൽക്കുന്നത് കേരളത്തിന്റെ സ്ഥലത്ത്. അതിന്റെ നിയന്ത്രണം തമിഴ്നാടിന് കൈവശം. 2000 പദ്ധതി പ്രദേശത്തുണ്ടായ ഒരു ഭൂമികുലുക്കം. ഇതോടുകൂടിയാണ് കേരളത്തിന്റെ ആശങ്കകൾ ഉച്ചസ്ഥായിയിലെത്തിയത്. അണക്കെട്ട് സുരക്ഷിതമാണ് എന്ന് തമിഴ്നാട് അവകാശപ്പെടുമ്പോൾ അത് ഭീതിജനകമാണ് എന്ന് കേരളം കണക്കുകൾ നിരത്തി പറയുന്നു. 1922 65 സിമന്റ് ഉപയോഗിച്ച് ഈ ഡാം ബലപ്പെടുത്തി ഭയപ്പെടാനൊന്നുമില്ല എന്ന് തമിഴ്നാട് എഞ്ചിനീയറിംഗ് വിഭാഗം പറയുന്നു. എന്നാൽ സിമന്റ് പഴയ സുർക്കിക്കൂട്ടിൽ വേണ്ടത്ര ചേരില്ല എന്ന് കേരളത്തിന്റെ വിദഗ്ധർ വിശദീകരിക്കുന്നു. 1902 തന്നെ അണക്കെട്ട് നിർമ്മാണത്തിന്റെ പ്രധാന കൂട്ടായ ചുണ്ണാമ്പ് പ്രതിപക്ഷം 30.48 ടൺ വീതം നഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് കണക്ക്. ഇപ്പോഴത് അനേക ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ടാവാം. 15 ദശലക്ഷം ഖരയടി ജലമാണ് ഡാമിന്റെ സംഭരണശേഷി. എന്നാൽ കോടതി നിർദ്ദേശപ്രകാരം അനുവദനീയമായ പരമാവധി സംഭരണശേഷി 136 അടി. ഇത് 11 ദശലക്ഷം ക്യൂബിക് അടിക്ക് തുല്യമാണ്. 66 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇടുക്കി ഡാം. ഇത് നിറഞ്ഞ് വരാൻ 3 മുതൽ 6 വരെ മണിക്കൂറുകൾക്കുള്ളിൽ 7 ഷട്ടറുകളിലൂടെയും പൂർണ്ണതോതിൽ ജലം പുറന്തള്ളിയാൽ മാത്രം മതി. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് കൂടുതലായിരിക്കുമ്പോൾ ഇത് അസാധ്യമാണ്. മുല്ലപ്പെരിയാർ തകരുന്ന പക്ഷം ഒഴുകിയെത്താനിടയുള്ള മണ്ണും കല്ലും മരങ്ങളും മറ്റും ഇടുക്കിയുടെ സംഭരണശേഷി ഗണ്യമായി കുറയ്ക്കും. മരങ്ങളും മറ്റും ഒഴുകി വന്ന ഷട്ടറുകളിലൂടെയുള്ള ജലപ്രവാഹത്തിന് തടസ്സമുണ്ടാകും. മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു തകർച്ച സംഭവിച്ചാൽ വെള്ളവും മരങ്ങളുമടക്കമുള്ള അവശിഷ്ടങ്ങൾ ഇടുക്കി ഡാമിന് വലിയ ഭീഷണി ഉയർത്തും. മുല്ലപ്പെരിയാർ ഡാം ഒന്നാകെ തകരുകയാണെങ്കിൽ 50 അടി ഉയരത്തിൽ വെള്ളം ഇടുക്കി ഡാമിലേക്ക് കുതിച്ചെത്തും. ഈ ഭാഗത്തുള്ള വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, ബ്ലാമല, ചപ്പാത്ത്, ഉപ്പുതറ, അയ്യപ്പക്കോവിൽ പ്രദേശങ്ങളിലെ 70,000 പേരുടെ ജീവൻ ഇതുമൂലം അപകടത്തിലാകും. ഇടുക്കി ഡാം തകർന്നാൽ താഴെയുള്ള 11 അണക്കെട്ടുകൾ തകരാം. ഫലത്തിൽ ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ ജനങ്ങളെ ഒന്നാകെ ഈ ദുരന്തം ബാധിക്കും. മുല്ലപ്പെരിയാർ ഡാമിനൊപ്പം ഇടുക്കി ഡാമിന്റെ കൂടി തകർച്ച കേരളത്തെ രണ്ടായി വിഭജിക്കുന്നതിനിടയാക്കുമെന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ചെളി അടിഞ്ഞുകൂടുന്നതും വൃഷ്ടിപ്രദേശത്തെ മരങ്ങൾ മുറിക്കുന്നതും അണക്കെട്ടിന്റെ സുരക്ഷയെയും സംഭരണശേഷിയെയും ബാധിക്കുന്ന പ്രധാന തർക്ക വിഷയമാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണ വേളയിൽ നിരവധി മരങ്ങൾ മുറിച്ച് ഡാമിന്റെ അടിത്തട്ടിൽ അന്നേ ഉപേക്ഷിച്ചിട്ടു. വർഷങ്ങളായി ഡാമിന്റെ അടിത്തട്ടിൽ ചെളിയും മണ്ണും അടിഞ്ഞുകൂടുന്നത് അണക്കെട്ടിന്റെ യഥാർത്ഥ
യഥാർത്ഥ ജലസംഭരണ ശേഷി വൻതോതിൽ കുറച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാറിലെ ചെളി നീക്കം ചെയ്യുന്നതിനെക്കുറിച്ചോ അതിന്റെ കൃത്യമായ അളവിനെക്കുറിച്ചോ യാതൊരുവിധ പഠനങ്ങളും ഇപ്പോൾ ആധികാരികമായി നിലവിലില്ല. ആധുനിക അണക്കെട്ടുകളെ പോലെ കോൺക്രീറ്റോ സിമന്റോ ഉപയോഗിച്ചല്ല മുല്ലപ്പെരിയാർ നിർമ്മിച്ചിരിക്കുന്നത്. കരിങ്കല്ലുകൾ ചേർത്ത് വെച്ച് ചുണ്ണാമ്പും വജ്രപ്പശയും ഉപയോഗിച്ചിത് പണിതുയർത്തി. കാലപ്പഴക്കം കൊണ്ട് ഈ സുർക്കിക്കോട്ട് ദ്രവിച്ചു പോകുന്നു. അണക്കെട്ടിന്റെ ഉള്ളിൽ വിള്ളലുകൾ ഇപ്പോൾ ദൃശ്യമാണ്. സാധാരണയായി ഒരു വലിയ അണക്കെട്ടിന്റെ ആയുസ് 50 മുതൽ 60 വർഷം വരെ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ മുല്ലപ്പെരിയാറിന്റെ ആയുസ് ഇരട്ടിയിലധികം. അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ള സോൺ 3 വിഭാഗത്തിൽപ്പെടുന്ന മേഖലയാണ്. 1979-ലും 2011-ലും ഉണ്ടായ ചെറിയ ഭൂചലനങ്ങൾ അണക്കെട്ടിൽ ചെറിയ വിള്ളലുകൾ വീഴ്ത്തി എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. IIT റൂർക്കി നടത്തിയ പഠനപ്രകാരം റിക്ടർ സ്കെയിലിൽ 6.5 തീവ്രതയുള്ള ഒരു ഭൂകമ്പം ഈ പ്രദേശത്തുണ്ടായാൽ അണക്കെട്ടിന് വലിയ രീതിയിൽ ഘടനാപരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കും. പശ്ചിമഘട്ട മേഖലയിലുണ്ടാകുന്ന കനത്ത മേഘവിസ്ഫോടനങ്ങളും തീവ്ര മഴയും അണക്കെട്ടിലേക്കുള്ള ജലപ്രവാഹം പെട്ടെന്ന് വർദ്ധിപ്പിക്കുന്നു. ശക്തമായ വെള്ളപ്പൊക്കമുണ്ടായാൽ അണക്കെട്ടിന്റെ സ്പിൽവേകൾക്ക് അത് താങ്ങാനാവില്ല. കൂടുതൽ ജലം സംഭരണിയിലേക്ക് ഒഴുകിയെത്തുന്നത് അപകടം വർദ്ധിപ്പിക്കും. ഇപ്പോൾ തന്നെ അണക്കെട്ടിന്റെ ഭിത്തികളിൽ കൂടി വെള്ളം പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്ന അവസ്ഥയുണ്ട്. തമിഴ്നാട് സർക്കാർ കൃത്യമായ അറ്റകുറ്റപ്പണികളും സിമന്റ് ഗ്രൗട്ടിംഗും നടത്തുന്നുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും നിരന്തരമായ ജലച്ചോർച്ച അവിടെ ദൃശ്യമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ ആ വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് താഴെ ഇടുക്കി ഡാമിലേക്ക്. ഇടുക്കി ഡാമിന് വെള്ളം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ 5 ജില്ലകളെ അത് ബാധിക്കും. ഏതാണ്ട് 35 ലക്ഷത്തിലധികം ജനങ്ങളുടെ ജീവനാണ് ഈ മുല്ലപ്പെരിയാർ ഡാം ഭീഷണി ഉയർത്തുന്നത്. നേപ്പാൾ പ്രളയത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ. രക്ഷാപ്രവർത്തകർ പകർത്തിയ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രളയ ദൃശ്യങ്ങൾ വൈറലാകുന്നു. രക്ഷാപ്രവർത്തകർ ഹെലികോപ്റ്ററിൽ നിന്ന് പകർത്തിയ ആകാശ ദൃശ്യങ്ങൾ ദുരന്തത്തിന്റെ വ്യാപ്തിയും ഭീകരതയും വ്യക്തമാക്കുന്നു. ഒരു ഗ്രാമം മുഴുവൻ വെള്ളത്തിനടിയിലാവുകയും ചെളിയവശിഷ്ടങ്ങൾ കൊണ്ട് മൂടിയ നിലയിലും. ഇരച്ചെത്തുന്ന പ്രളയത്തിന്റെ ശക്തിയിൽ നിരവധി കെട്ടിടങ്ങളും വീടുകളും തകർന്ന് ഒലിച്ചു പോകുന്ന കാഴ്ച. പല കെട്ടിടങ്ങളും മണ്ണും ചെളിയും മൂടിയ അവസ്ഥയിൽ. ഹെലികോപ്റ്ററുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങളിൽ റോഡുകളും പാലങ്ങളും തകർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിൽ. പല സ്ഥലങ്ങളിലും റോഡുകൾ ഉണ്ടായിരുന്നു എന്നതിന്റെ യാതൊരുവിധ തെളിവുകൾ പോലും ഇപ്പോൾ അവശേഷിക്കുന്നില്ല. നേപ്പാൾ ദുരന്തത്തിന്റെ ആഘാതം പഠിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. അതിനേക്കാൾ ഭയാനകമായ തലത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ടിബറ്റൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുണ്ടായ മഞ്ഞുപാറകളും കൂറ്റൻ പാറക്കെട്ടുകളും ഇടിച്ചു വീടുണ്ടായ ഹിമപാതമാണ് പ്രളയത്തിന് കാരണമായത് എന്ന് വിദഗ്ധർ പറയുന്നു. മിനിറ്റുകൾക്കുള്ളിൽ പ്രകൃതി കവർന്നെടുത്തത് റോഡുകളും പാലങ്ങളും ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങളും. ഈ ദുരന്തം ഹിമാലയൻ അതിർത്തികളിൽ സൃഷ്ടിച്ച ആഘാതം നേപ്പാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. താഴോട്ടൊഴുകുന്ന നദികളിലൂടെ ഇന്ത്യയിലേക്കും ഇതിന്റെ ഭീഷണി നിലനിൽക്കുന്നു. കഠിനമായ ഭൂപ്രകൃതിയിൽ പെട്ടെന്നുണ്ടായ മഞ്ഞുമലയിടിച്ചിൽ നേപ്പാൾ അധികൃതർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ചുരുക്കത്തിൽ നേപ്പാളിനേക്കാൾ എത്രയോ അപകടകരമായ സാഹചര്യത്തിലാണ് നമ്മൾ മലയാളികൾ ഇപ്പോൾ കഴിയുന്നത്. ആ മുല്ലപ്പെരിയാറിനെയും നോക്കി നെടുവീർപ്പിട്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.